വിലക്കിന് പിന്നിൽ വക്കീലന്മാരുടെ വാശിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് കെ രാംകുമാർ, തുടർച്ചയായി കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ തടസ്സപ്പെടുത്തുകയാണ് അഭിഭാഷകർ. സംഘർഷമുണ്ടാകും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു അഭിഭാഷകനോ ഒന്നിലധികം അഭിഭാഷകരോ ഒരുപക്ഷെ ജഡ്ജി മുഖാന്തരമോ അല്ലാതെ നേരിട്ടോ പോലീസിനെ അറിയിക്കുക, അതിൻ്റെ ഭാഗമായി പോലീസ് വന്ന് മാധ്യമപ്രവർത്തകരുടെ പ്രവേശനം തടയുക, പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തുകൊള്ളാൻ പറയുക. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ ആഡ് ആൻ്റണിയുടെ വിധിയുടെ കാര്യത്തിൽ അടക്കം. ഇത് ശരിയായൊരു സമീപനമാണോ? മാധ്യമപ്രവർത്തകരെ കോടതിയിൽ കയറ്റണ്ട എന്ന് കേരള സംസ്ഥാനത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലും പറഞ്ഞിട്ടില്ല. അത് അവരുടെ അവകാശങ്ങളിൽ പെട്ടതല്ല. ഹൈക്കോടതിയിൽ മീഡിയ റൂം കൊണ്ട് നടക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും അഭിഭാഷകരല്ല, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും രജിസ്ട്രിയുമാണ്. അവിടെ 2 ദിവസം കടക്കരുത് എന്ന് പറഞ്ഞത് അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു സ്ഥിതിവിശേഷം ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ്. കാരണം ഫ്ലാഷ് ന്യൂസ് കൊടുത്തു, പതിവ് പോലെ തന്നെ നോണ. ഏതാനും മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്ന്. അതിൻ്റെ പേരിൽ 2 മണിയായപ്പോൾ നിലവിലുള്ള നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം ലംഘിച്ചുകൊണ്ട് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ജാഥയായി വന്ന് ഹൈക്കോടതിയുടെ മുമ്പിലിരുന്നു. അവരാരോടാണ് പ്രതിഷേധിക്കുന്നത്? ഹൈക്കോടതിയോടാണോ? ഹൈക്കോടതിയോട് പ്രതിഷേധിക്കുകയാണെങ്കിൽ അല്ലേ ഹൈക്കോടതിയുടെ മുമ്പിൽ വരണ്ടു. അവർ അഭിഭാഷകരുടെ പ്രവൃത്തിയാണ് പ്രതിഷേധിക്കുന്നതെങ്കിൽ അഭിഭാഷക അസോസിയേഷൻ ഹൈക്കോടതി കെട്ടിടത്തിൻ്റെ ഒരു മൂലയിലാണ്. അവിടെ നിന്ന് ഒരു പ്രതിഷേധിച്ചില്ല. കാരണം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അടുത്തുണ്ടെന്നുള്ള ചിലപ്പോൾ ഭയപ്പാടും ഉണ്ടായിരിക്കാം. ഏതായാലും നിയമം ലംഘിച്ചുകൊണ്ട് നടു റോഡിലിരുന്ന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഏതാനും സമയം നഷ്ടപ്പെടുത്തിയിട്ടും അങ്ങേയറ്റം പ്രകോപനപരമായ ഇത് വിളിച്ചിട്ടും ഒരഭിഭാഷകനും അവിടെ ഒന്നും പോയില്ല. ഒരു പോലീസുകാരനും ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിയുണ്ട് ജോർജ് ഘോഷ് ഈ കേസിൽ 2002 അവിടെ തടസ്സപ്പെടുത്താൻ പാടില്ല. അത് ലംഘിച്ചിട്ട് പോലും ഒരു പോലീസുകാരനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ചിലർ അവരെ ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഉണ്ട്, അഭിഭാഷകരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ വഷളായത്. അതിനിടയ്ക്ക് പ്രകോപനപരമായ ഫ്ലാഷ് മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നു. ആരാ തടങ്കലിൽ വെച്ച്? മീഡിയ റൂം പൂട്ടണമെന്ന് പറഞ്ഞിട്ട് പോലും 2-3 പരിചയസമ്പന്നരായ വനിതാ മാധ്യമപ്രവർത്തകർ അതിനകത്ത് കയറിക്കൂടി. അവരെ സമാധാനപരമായി ഞങ്ങളുടെ കേരള അഡ്വക്കേറ്റ്സ് ഹൈക്കോർട്ട് അസോസിയേഷൻ്റെ വനിതാ പ്രതിനിധികൾ യാതൊരു കോട്ടവും ഒരു പോറൽ പോലും ഏൽക്കാതെ 4ാം നിലയിലെ രജിസ്ട്രാർ റൂമിലേക്ക് അനുഗമിച്ചെത്തിച്ചു. ഇത് ചെയ്ത് തെറ്റാണോ? അവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും പ്രകോപനപരമായ അനുവദനീയമല്ലാത്ത പെരുമാറ്റം ഉണ്ടാകുമെന്ന ഭയപ്പാടിൽ അവരെ രജിസ്ട്രാർ റൂമിലെത്തിച്ച് അവർക്ക് പരാതി പറയാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ഞങ്ങളുടെ 5 അഭിഭാഷക വനിതാ പ്രതിനിധികളാണ്. അവർ ചെയ്തത് തെറ്റാണോ? എന്നിട്ടും അവിടെ വെച്ച് സമാധാനമായി തീർന്ന് പോയതിന് ശേഷം ഈ 2 മണിക്ക് ഈ ഫ്ലാഷ് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്ത് മാധ്യമപ്രവർത്തകർ വളരെ പ്രകോപനപരമായിട്ടാണ് പെരുമാറിയത്. വേണു ഗോൾ അടിക്കുന്ന റഫറി ആവണമെന്ന് എനിക്ക് പരാതിയില്ല. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം അതാണ്. ഒരു ചർച്ച വരുമ്പോൾ 2 വശവും കേൾക്കണം. അതിന് പകരം ഒരു അഭിഭാഷകനെ ലേബർ കോർട്ടിൻ്റെ മുമ്പിൽ വെച്ച് അറിയപ്പെടുന്നൊരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ആലുവ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിൻ്റെ ആളാണ്, ചവിട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും കാണിച്ചോ മിസ്റ്റർ വേണു? മറിച്ച് റോഡിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം കൈ നീട്ടി ആത്മരക്ഷാർത്ഥം ചെയ്യുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നതായി കാണിച്ചു. അകത്ത് ഒരു അഭിഭാഷകൻ്റെ ഇടത്ത് കൈ ഒടിഞ്ഞ് അദ്ദേഹം കരയുന്നത് നിങ്ങൾ ആരെങ്കിലും കാണിച്ചോ മിസ്റ്റർ വേണു? അതിന് പകരം മാധ്യമപ്രവർത്തകർക്ക് മുറിയേറ്റു എന്നും പറഞ്ഞ് നിങ്ങൾ കാണിച്ചു. അപ്പോൾ നിങ്ങളുടെ ഫൂട്ടേജസ് മുഴുവൻ വ്യാജമായിരുന്നു. വാസ്തവത്തിൽ കേരളത്തിലെ പോലെ ഇത്ര പ്രബുദ്ധമായൊരു സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർ ഇത്രയും തറ നിലവാരത്തിലേക്ക് എത്താണതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. കാരണം ഞാൻ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അല്പം
അതിരുമാകാം എന്നും മാതൃഭൂമി പത്രത്തിൽ ലേഖനം എഴുതിയ ആളാണ് ഞാൻ. കാരണം മാധ്യമങ്ങളില്ലെങ്കിൽ ജനങ്ങൾ അറിയില്ല, അറിയാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് മുഴുവൻ മിസ്റ്റർ വേണു നിങ്ങൾ ചോദിച്ചു മേടിച്ചതല്ലേ? അവിടെ സമാധാനപരമായി മീഡിയ റൂമിൽ പ്രവർത്തനം നടക്കുകയായിരുന്നല്ലോ. പോട്ടെ, മീഡിയ റൂം തുറക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ആ കൽപ്പന കൊണ്ട് ചീഫ് ജസ്റ്റിസിൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞാൽ അദ്ദേഹം അനുസരിക്കുമല്ലോ. അങ്ങനെ കൽപ്പന ഉണ്ടാകില്ല എന്ന് ലോ കോളേജിൽ പോകാത്തവർക്ക് അറിയാം. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ മാധ്യമങ്ങൾ മീഡിയ റൂം തുറക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം കൊടുത്തു എന്ന 100% നുണപ്രചരണം നടത്തി പ്രകോപനം സൃഷ്ടിച്ചത്? എന്താവശ്യത്തിന് ഇതൊക്കെ? എന്നിട്ട് എല്ലാ കുറ്റവും അഭിഭാഷകരാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം തിരുവനന്തപുരത്ത് സംഭവം വലിയ രാംകുമാർ, താങ്കൾക്ക് മതിയായ സമയം കിട്ടി കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ. ഒരു നിമിഷം രാംകുമാർ, നമുക്ക് ഇനിയിപ്പോ വഞ്ചൂരിലെ കാര്യം കൂടി പറഞ്ഞ് സമയം കളയാനില്ല. കാരണം വിഷയം അതല്ല സാർ, വിഷയം അതല്ല സാർ. പറഞ്ഞിട്ടേ മിസ്റ്റർ വേണു, ദേവി ഇതന്നെ ഈ ഒരൊറ്റ കാര്യം മാത്രം പറയാൻ അനുവദിക്കണം. തിരുവനന്തപുരത്ത് അഭിഭാഷകനാണെന്ന് തെറ്റിദ്ധരിച്ച് CPM-ൻ്റെ ഒരു കൗൺസിലറെ ആക്രമിച്ചു. CIT-കാർ വന്ന് തിരിച്ചടിച്ചു. അല്പം കഴിഞ്ഞ് അവരുടെ നേതാവ് ശിവൻകുട്ടി വന്നു. ഇതൊന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. കൃഷ്ണകുമാരി റോഡിൽ പിന്നെ തലയിൽ മുഴുവൻ രക്തം കൊണ്ട് വീണ് കിടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കാണിച്ചോ? അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ് റഫറി ഗോൾ അടിക്കുന്ന ചർച്ചയിൽ അർത്ഥവത്തായ ചർച്ച ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പക്ഷം മാത്രം പിടിച്ച് രാംകുമാർ ഒരു പക്ഷം പിടിച്ചുള്ള ചർച്ചകൾ നടന്നുവെങ്കിൽ, ഒരു പക്ഷം പിടിച്ചുള്ള ചർച്ചകളാണ് നടന്നതെങ്കിൽ അങ്ങയുടെ വാദഗതികൾ സ്വതന്ത്രമായി ഇവിടെ പ്രേക്ഷകരുടെ മുന്നിലൂടെ അവതരിപ്പിച്ച് നീതി നേടിയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ്. ഹൈക്കോടതിയിൽ നടന്ന കലഹമല്ല എൻ്റെ മുന്നിലെ വിഷയം, വഞ്ചൂരിലുണ്ടായ പ്രതിധ്വനിയുമല്ല എൻ്റെ മുന്നിലെ വിഷയം. വിഷയം ലളിതമാണ് സാർ. മാധ്യമപ്രവർത്തകർക്ക് കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അവർക്ക് പുറത്തു നിന്ന് ആ കാര്യം ചെയ്യേണ്ടി വരുന്നു. കോടതിക്കകത്തേക്ക് ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് മാധ്യമപ്രവർത്തകർ പോകുന്നതിനുള്ള തടസ്സം എന്താണ് സാർ? ആര് തടസ്സം സൃഷ്ടിച്ചു എന്നാണ് വേണു പറയുന്നത്? നിങ്ങളുടെ തലവാചകങ്ങളൊക്കെ കണ്ടാൽ ഇതൊക്കെ വക്കീലുമാർക്ക് ഇത്ര വിപുലമായ അധികാരമുണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർ വരാൻ പാടില്ല, അവർ കയറരുത്. ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ വേണുവിനെ ഞാൻ അറിയിക്കുകയാണ്, നാളെ ജസ്റ്റിസ് മാഹബൂബ് പി മാത്യുവിൻ്റെ സെൻഡ് ഓഫ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ റെഫറൻസ് നടത്തുന്നുണ്ട്. അവിടെ മാധ്യമപ്രവർത്തകർ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. വക്കീൽമാരാണ് ഓർഡർ ചെയ്തത്, ഹൈക്കോടതിയാണ്. എന്തുകൊണ്ട് ഹൈക്കോടതിയെ അത്തരമൊരു ഘട്ടത്തിൽ എത്തിച്ചു? അത് ആരെത്തിച്ചു? നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം. ഇതുവരെയുള്ള എല്ലാ റെഫറൻസുകളും മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക സീറ്റുണ്ട് അവിടെ. നാളെ അതുണ്ടാവില്ല. അതിന് പകരം ഹൈക്കോടതി തന്നെ നേരിട്ട് ഫോട്ടോഗ്രാഫ് എടുത്ത് മാധ്യമപ്രവർത്തകർ കൊടുക്കാമെന്ന് അറേഞ്ച്മെൻറ്റ്. ഇത്തരം കർക്കശമായ നടപടിയിലേക്ക് ഹൈക്കോടതിയെ എന്തുകൊണ്ടെത്തിച്ചു? ആരെത്തിച്ചു? നിങ്ങൾ ഇനിയെങ്കിലും ഒരു ആത്മപരിശോധന നടത്തണം. ഈ തെറ്റായ വാർത്തകൾ, ജയലളിതയ്ക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ന്യൂസ് കൊടുത്താണല്ലോ, കിട്ടാത്തപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ തെറ്റായ വാർത്തകൾ, പ്രകോപനപരമായ സ്ക്രോളുകളും തലവാചകളും വെച്ച് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തി നിയമലംഘനം നടത്തി, അഭിഭാഷകരുടെ പിന്നെ കുതിരകയറ്റം നടത്തി, അഭിഭാഷക ഗുണ്ടകൾ, അഭിഭാഷക ചെന്നായ്ക്കൾ, കറുത്ത കോട്ടിട്ട ക്രിമിനലുകൾ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളാരും ഭയപ്പെടാൻ പോകുന്നില്ല. മറ്റ് രാഷ്ട്രീയക്കാരെ നിങ്ങൾ പേടിപ്പിക്കും, പോലീസുകാരെ നിങ്ങൾ പേടിപ്പിക്കും, എല്ലാവരെയും പേടിപ്പിക്കും, കുടുംബിനികളെ നിങ്ങൾ പേടിപ്പിക്കും. കള്ളവാർത്തകളുണ്ട്. അഭിഭാഷകർ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾ സമൂഹത്തിലെ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. ഞാൻ എന്നെക്കുറിച്ച് വ്യക്തിപരമായി പറയുന്നത് ഭംഗിയോടല്ലെങ്കിൽ എല്ലാ കാലത്തും എല്ലാ സെമിനാറുകളിലും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ച് വിമർശനം കേട്ട ആളാണ് ഞാൻ. എനിക്ക് ഒരിക്കലും മാധ്യമ സുഹൃത്തുക്കളെ വെറുക്കാൻ കഴിയില്ല. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമായി അതപ്പച്ചിരിക്കുന്ന ഈ സംസ്ഥാനത്ത് അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനെ മറ്റുള്ളവർ തലയിൽ കെട്ടിവേനിക്കാനുള്ള വിധാശ്രമം വിലപ്പോകാൻ പോകുന്നില്ല. കേരളത്തിലെ അഭിഭാഷകർ നട്ടെല്ലോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അവരുടെ കടമകൾ നിർവഹിക്കും. മറ്റുള്ളവർ നിർവഹിക്കുന്നതിന് ഞങ്ങളെന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്?
സത്യം പറയാച്ച കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു ഓരോ വക്കീലുമാരും പത്രത്തിൽ പേര് വരാൻ ആകാംക്ഷ കൊണ്ട് അവരെ അംഗീകരിക്കാമെന്ന്. അങ്ങനെ ആകാംക്ഷ കാണിക്കുന്ന ആളുകൾ മാധ്യമപ്രവർത്തകരെ തടസ്സപ്പെടുത്തും മിസ്റ്റർ വേണു. അപ്പം നിങ്ങൾ ഈ പറയുന്ന എല്ലാം അഭിഭാഷകരാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നിങ്ങൾക്ക് അസൗകര്യമുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ പറയുന്ന ഇന്നലെ നിർബന്ധ മതപരിവർത്തനം നടത്തി എന്നതുമായി ബന്ധപ്പെട്ട